ഹിമാചൽ പ്രദേശിൽ പീഡനത്തിനും റാഗിങ്ങിനും ഇരയായ വിദ്യാർത്ഥിനി മരിച്ചു. ധർമ്മശാലയിലെ സർക്കാർ കോളേജ് വിദ്യാർത്ഥിനി ചികിത്സയിലിരിക്കെ കഴിഞ്ഞ മാസം 26-നാണ് മരിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പെൺകുട്ടിയെ റാഗിങ്ങിനും പീഡനത്തിനും ഇരയായത്. പ്രൊഫസർ അശോക് കുമാറും 3 പെൺകുട്ടികൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണിത്. എന്താണ് ഇതിന്റെ വിശദാംശം? അജയ്, എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ധർമ്മശാലയിലെ അധ്യാപകനെതിരെ 3 പെൺകുട്ടികൾക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന് ആസ്പദമായ സംഭവം ഉണ്ടായത് 2025 സെപ്റ്റംബർ മാസത്തിലാണ്. ഈ വിദ്യാർത്ഥികളും അധ്യാപകനും ചേർന്ന് 19-കാരിയെ അതിക്രൂരമായി റാഗ് ചെയ്യുകയും അതിനുശേഷം ഈ അധ്യാപകൻ ലൈംഗികമായി, അശോക് കുമാർ എന്ന അധ്യാപകന്റെ പേര്, ഈ അധ്യാപകൻ അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടിയുടെ പിതാവ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പെൺകുട്ടികൾക്കും ഈ അധ്യാപകൻ അശോക് കുമാർ എന്ന അധ്യാപകനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ തോതിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളടക്കം വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. 26-ാം തീയതിയാണ് പെൺകുട്ടി മരിക്കുന്നത്. അത്യാസന്ന നിലയിൽ ഈ 19-കാരി ഡോക്ടറോട് ഇക്കാര്യങ്ങളൊക്കെയും വിവരിക്കുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വീഡിയോ അടക്കം ഇപ്പോൾ പ്രചരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് പരാതി നൽകുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 3 പെൺകുട്ടികൾക്കും 1 അധ്യാപകനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ധർമ്മശാലയിലെ സർക്കാർ കോളേജിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം. അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും മറ്റ് 3 പെൺസുഹൃത്തുക്കളും ചേർന്ന് റാഗ് ചെയ്തുവെന്നുമാണ് ഈ കേസിൽ പറയുന്നത്.